Good morning and welcome to Doctor's Talk. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ നാച്ചുറോപ്പതി അഥവാ പ്രകൃതി ചികിത്സയാണ് വിഷയം. പ്രകൃതി ചികിത്സയെക്കുറിച്ച് അല്ലെങ്കിൽ നാച്ചുറോപ്പതിയെക്കുറിച്ച്, നാച്ചുറോപ്പതിയുടെ വിവിധ തലങ്ങളിലുള്ള ആപ്ലിക്കേഷൻസിനെ കുറിച്ച്, സൗന്ദര്യ സംരക്ഷണത്തിൽ നാച്ചുറോപ്പതിക്കുള്ള റോളിനെ കുറിച്ച് ഒക്കെ സംസാരിക്കുന്നതിനായിട്ട് എന്നോടൊപ്പമുള്ളത് സനോജ് ആൻഡ് ജോർജ് ആണ്. അദ്ദേഹം ഡോക്ടർ സുഹൃതം നാച്ചുറോപ്പതി ചികിത്സാ കേന്ദ്രത്തിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ സനോജ്. ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ നാച്ചുറോപ്പതി ആണ് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു. നാച്ചുറോപ്പതി അഥവാ പ്രകൃതി ചികിത്സയാണ് നമ്മുടെ വിഷയം. അപ്പം പ്രകൃതി ചികിത്സ എന്താണ് ഈ പ്രകൃതി ചികിത്സ എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. പറയും. പ്രകൃതി ചികിത്സ എന്നാൽ എന്ത്? പഞ്ചഭൂതാസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വെള്ളം, വായു, സൂര്യപ്രകാശം, മണ്ണ് ചികിത്സ, മണ്ണ്, ഈ അതുപോലെ നാച്ചുറൽ ഡയറ്റ്, ഇതാണ് പ്രകൃതി ചികിത്സ. അപ്പൊ പ്രകൃതി ചികിത്സയിൽ ഈ വിഭാഗങ്ങൾ, അതായത് ഇപ്പൊ ഈ 5 ഭൂതാസ് എന്ന് ഞാൻ പറഞ്ഞ പോലെ, ഈ വെള്ളം എന്ന് പറയുമ്പോൾ ഹൈഡ്രോതെറപ്പി എന്ന് പറയും ഞങ്ങളുടെ ട്രീറ്റ്മെന്റിൽ. അപ്പൊ ഈ ഓരോ വിഭാഗത്തിന് ഓരോ ട്രീറ്റ്മെന്റ്സിന്, ഓരോ ഡിസീസിന് ഉള്ള ട്രീറ്റ്മെന്റ്സ് ആണ്. അപ്പൊ ചിലപ്പം നമ്മളിപ്പം ഹൈഡ്രോതെറപ്പി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് തന്നെ ഡിഫറെന്റ് ഉണ്ട്. അതായത് ഹിപ്പ് ബാത്ത് ഉണ്ട്. അതായത് ഹിപ്പ് ബാത്ത് എന്ന് പറയുമ്പോൾ ഹിപ്പിന് എന്തെങ്കിലും പ്രശ്നമുള്ളവര് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ അതിന് ടബുണ്ട്. ആ ടബിനകത്ത് നമ്മൾ ഇറക്കിയിരുത്തും. അതൊന്ന് അങ്ങനെ ഒന്ന്. അതാണ് ഹിപ്പ് ബാത്ത്. ഇപ്പൊ സ്പൈനൽ ബാത്ത് എന്ന് പറയുമ്പോൾ സ്പൈനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവർക്ക് സ്പൈനൽ ബാത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഇമേഷ്യൽ ബാത്ത് എന്ന് പറയുമ്പോൾ കിടത്തി ഉള്ള വെള്ളത്തിനകത്തുള്ള ടബാണ്. അപ്പൊ ഇതിനെല്ലാം ഓരോ പ്രോസസ്സാണ്, ഓരോ അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ്സ് ആണ്, വാട്ടർ ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ മണ്ണ് ചികിത്സ. മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഈ മണ്ണ് ചികിത്സ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും പറമ്പിൽ കിടക്കുന്ന മണ്ണ്. അങ്ങനെയല്ല. അതിനകത്ത് അതൊരു പ്രൊസീജിയറാണ്. അതായത് 6 അടി മണ്ണ് കുഴിച്ച് ആ മണ്ണ് നമ്മൾ പ്രോസസ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ അത് എടുത്തിട്ട് അതിനകത്ത് അയൺ, പ്രോട്ടീൻ, മിനറൽസ് ഇത് ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമ്മളൊരു സോയിൽ ടെസ്റ്റിന് കൊടുക്കണം. കൊടുത്ത ശേഷമാണ് ആ ഒരു ടെസ്റ്റ് കിട്ടിയ ശേഷം ആ മണ്ണാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഒരാൾക്ക് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്താൽ പിന്നെ സെക്കൻഡ് ആയിട്ട് നമ്മൾ എടുക്കത്തില്ല, ഉപയോഗിക്കത്തില്ല. അത് കഴുകി പോത്തേ ഉള്ളൂ. ഇതാണ് മണ്ണ് ചികിത്സ. അതുപോലെ സൂര്യപ്രകാശം, സൂര്യന്റെ ഞാൻ പറഞ്ഞു ഇളം വെയില് രാവിലെ കൊള്ളുന്നത് നല്ലതാണ്. അത് എങ്ങനെയാന്ന് വെച്ചാൽ സൂര്യൻ ഉദിച്ചു വരുന്ന വെയില്, അതാണ് കൊള്ളേണ്ടത്. അതായത് ഇപ്പം 6:30 to 7 o'clock, 7:30 അത്രയും വരെ പോകണ്ട, 7 o'clock വരെയുള്ള ആ വെയില് നല്ലതാണ് നമ്മൾ കൊള്ളാം. അപ്പൊ കൊള്ളുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സൂര്യനെ നോക്കി, അതായത് നമ്മുടെ കണ്ണ് സൂര്യനെ നോക്കിയിട്ട് കണ്ണടക്കുക, കണ്ണ് തുറക്കുക. അതൊരു എക്സസൈസ് പോലാണ്, നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെയിം ആണ് കണ്ണ് നമ്മളൊന്ന് കണ്ണടച്ച് കണ്ണ് തുറക്കുക. അതൊരു 5 പ്രാവശ്യം ചെയ്യാം, ആ ഒരു എക്സസൈസ്. പിന്നെ നമ്മൾ കുറച്ചു നേരം സൂര്യനെ നോക്കുക, നോക്കിയിട്ട് കണ്ണ് കഴയ്ക്കുമ്പോൾ കണ്ണടയ്ക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പാമിങ് ഉണ്ട്. അതായത് റിലാക്സേഷൻ, കണ്ണിന് നമ്മൾ എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ ആ റിലാക്സേഷൻ ആണ് പാമിങ് എന്ന് പറയുന്നത്. പാമിങ് എന്ന് പറയുമ്പോൾ റൈറ്റ് കൈ ഇങ്ങനെ ഈ 2 കൈയും ചേർത്ത് മൂക്കിന്റെ ഈ സൈഡിൽ ഇങ്ങനെ വെക്കണം. വെച്ച ശേഷം കണ്ണടച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കണ്ണ് റിലാക്സ് ചെയ്തു. അതൊരു എക്സസൈസാണ്. അപ്പൊ ആ ഒരു എക്സസൈസ് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. സൂര്യപ്രകാശത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് എങ്ങനെയാന്ന് വെച്ചാൽ വാഴയില നമ്മൾ വെട്ടി അത് ഇതുപോലെ ഒരു ബ്ലാങ്കറ്റില് വൈറ്റ് നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് അത് ഈ പറഞ്ഞ ആവി കൊള്ളിക്കുക എന്ന് പറയും. അതായത് സ്റ്റീം ബാത്തിന്റെ പകരം. അതെ 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 അതെ. അപ്പൊ അത് സൺലൈറ്റിൽ ഉള്ളതാണ്. നമ്മൾ മൂടി വെച്ച് വാഴയില വെച്ച് പേഷ്യന്റിനെ കിടത്തി നല്ലതായിട്ട് സ്റ്റീം ചെയ്യിക്കുന്നു. അതിനെ അതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റീം ബാത്ത് പോലെ സൂര്യപ്രകാശത്തിലെ ബാത്ത്. അതിനുശേഷം അത് നമ്മൾ ഉഷ്ണിച്ച് വേർത്താവി പോയി കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കും.
അങ്ങനെയാണ് സൂര്യന്റെ ഇത്. അതുപോലെ തന്നെ വാട്ടറിന്റെ അല്ല, സൂര്യപ്രകാശത്തിൽ തന്നെ വേറൊരു ട്രീറ്റ്മെന്റ്, കളർ തെറപ്പി ഇതിന്റെ കൂട്ടത്തിലുള്ളതാണ്. അത് ഡോക്ടർ കേട്ട് കാണുമായിരിക്കും. ഇങ്ങനെ ഒരു റെഡ്, അതായത് റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, യെല്ലോ ലൈറ്റ്. അപ്പൊ അത് ഓരോന്ന് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ എന്തെങ്കിലും വിറ്റാമിൻസിന്റെ കുറവുണ്ടെങ്കിൽ ചാൻസസ് നല്ലതായിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ബോക്സ് പണിതിട്ട് അതിന് നമ്മളൊരു റെഡ് ഇത് കൊടുത്തോണ്ട് ഓരോ റെഡ്, ഗ്രീന്, യെല്ലോ പെയിന്റ് അടിച്ച് ആദ്യം ബോക്സിൽ കിടത്തും സൂര്യ നമസ്കാരത്തിൽ, അല്ല സൂര്യ പ്രകാശത്തിൽ, സോറി. അപ്പൊ ആദ്യം കിടത്തും. അതാണ് സൂര്യന്റെ ഓരോ, ഞാൻ പറഞ്ഞ പോലെ സൺലൈറ്റിന്റെ ട്രീറ്റ്മെന്റ്സ്. പിന്നെ ഇതാണ് സൂര്യത്തിന്റെ പ്രകാശം. ഇനി വായു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ശുദ്ധവായു. രാവിലെ എണീറ്റ ശുദ്ധവായു കൊള്ളണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാവിലെ നമ്മൾ എണീക്കുക, നമ്മൾ മുറ്റത്ത് നടക്കുക, അതായത് ഓക്സിജന് കിട്ടാൻ വേണ്ടി. അത് രാവിലെ ഏർലി ഇൻ ദ മോർണിംഗ് ആണ് ഏറ്റവും നല്ലത്. ആ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് എടുക്കാം. പക്ഷെ അത് ആളുകൾ ആരും ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല വെളുപ്പിനെ എണീക്കുന്നവരുണ്ടോന്ന് തന്നെ. എന്നുവെച്ചാൽ 5 o'clock എണീക്കുന്ന കുറവാണ് ഇന്ന് ആളുകള്. ഏർലി ടു റൈസ് എനിക്ക് തോന്നുന്നില്ല ശരിക്കും ഉണ്ടെന്ന്. അപ്പൊ ആ ഏർലി ടു റൈസില് ശരിക്കും എണീറ്റ് കഴിഞ്ഞാൽ മുറ്റത്തൊക്കെ ഒന്ന് നടന്ന്, ഇപ്പൊ പ്രായമുള്ളവരായാലും കൊച്ചു പിള്ളേരായാലും പഠിക്കുന്ന പിള്ളേർക്കും ഇത് നല്ലതാണ്. ഒന്ന് രാവിലെ ഫ്രഷ്നെസ് തോന്നിക്കും. ഒന്ന് നടന്ന് മുറ്റത്തെ ഇലകളൊക്കെ നോക്കി വരുമ്പോ ആ ഓക്സിജൻ അപ്പൊ നടക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണേൽ ബ്രീത്തിങ്ങും എടുക്കാം. അതായത് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ആ രീതി നമുക്ക് ശുദ്ധവായു പ്രാണായാമം പോലെ അത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് നാച്ചുറൽ ഡയറ്റ്. അപ്പം ഈ പ്രകൃതി ചികിത്സയില് ഈ ഫുഡാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ മെഡിസിൻ. നമ്മൾ നാച്ചുറോപ്പതി പ്രകാരമുള്ള ആഹാരത്തിന്റെ രീതിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി പറഞ്ഞോളൂ. ഇപ്പൊ ഫുഡാണ് മെഡിസിൻ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഈ ഫുഡിൽ കൂടി ഒത്തിരി നമുക്ക് ഗുണങ്ങളുണ്ട്. ഇത് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ പച്ചക്കറികൾ, അതിനകത്ത് ഓരോ കാര്യങ്ങൾ ഓരോന്ന് എടുക്കുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ ഗുണങ്ങളുണ്ട്. ഫ്രൂട്ട്സ്, ഇതൊക്കെ ഗുണങ്ങളുണ്ട്. പക്ഷെ ഇതാരും എനിക്ക് തോന്നുന്നില്ല, കൂടുതലും നോൺ വെജിനോട്ട് പോകുന്ന ആളുകൾ. അത് വരാതെ ശരിക്കും പറഞ്ഞാൽ ദിവസം ഒരു ഉച്ചയ്ക്കെങ്കിലും നല്ല ഒരു കപ്പ് അവിയൽ കഴിക്കണം, 1 കപ്പ് ചീരത്തോരൻ, 1 കപ്പ് സലാഡ്. അങ്ങനത്തെ രീതിയിൽ തന്നെ പോകണം. അല്ലാതെ ഇച്ചിരി ഒരു ടേബിൾ സ്പൂൺ തോരൻ അങ്ങനെ കഴിക്കരുത്. കുറച്ച് കൂടുതൽ കഴിക്കണം. ചോറ് കുറയ്ക്കുക, അത് ഇമ്പോർട്ടന്റ്. അതുപോലെ രാവിലെ കഴിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, കുളിക്കുന്നത് പറഞ്ഞില്ല, വാട്ടർ ട്രീറ്റ്മെന്റ്സിന്റെ കൂടെ ആദ്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഒരു കാര്യം കൂടി ഉണ്ട്, രാവിലെയും വൈകിട്ടും കുളിക്കണം. 2 നേരം. അതായത് പുരുഷന്മാരത് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്ത്രീകൾ അത് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളെ വിടുന്നതിന്റെ ധൃതിയാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. രാവിലെ വളരെ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ കാണുന്നുണ്ട്. മിക്കയിടത്ത് നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കാൻ ചെല്ലുമ്പോൾ കഴിക്കുന്ന ഒരു കാര്യം, രാവിലെ എന്ത് ചെയ്യും, കുളിക്കത്തില്ല, വൈകിട്ടെല്ലാം കൂടി ചേർത്തല്ല. രാവിലെ ജോലിക്കാരാണെങ്കിൽ ദേഹം കഴുകിയിട്ട് ഒരു ഓട്ടം ഓടും, തല കഴുകത്തില്ല. അതുപോലെ വൈകിട്ട് ഇവര് വന്നിട്ട് തല കഴുകും, ദേഹം കഴുകത്തില്ല. ചിലരാണെങ്കിൽ ദേഹം കഴുകും, വൈകിട്ട് തല കഴുകില്ല. ഈ രീതി തെറ്റാണ്, സത്യമായിട്ട് അത് തെറ്റാണ്. 2 നേരം കുളിക്കണം. യെസ്, 2 നേരം തലയും കുളിക്കണം, ദേഹവും കുളിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, ഇപ്പൊ തല കഴുകുന്ന ഒരാളാണെങ്കിൽ, ദേഹം കുളിക്കാത്ത ഒരാളാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, തലയിലെ ചൂട് ദേഹത്തിറങ്ങുന്നു. അത് തന്നെ സെയിം ദേഹം കഴുകാത്ത, തല കഴുകി മാത്രം പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇനി ദേഹം കഴുകുന്നതും തല കഴുകാതിരിക്കുന്നതും എങ്ങനെ, ദേഹത്തെ ചൂട് തലയിൽ കയറുന്നു. ഇത് വാസ്തവത്തിൽ നമ്മൾക്ക് ക്ഷീണം തോന്നിപ്പിക്കത്തേ ഉള്ളൂ. അതുപോലെ ഓരോ അസുഖങ്ങൾ വരുന്ന ഇന്ന് മനുഷ്യന് അത് നോട്ട് ചെയ്യുന്നില്ല. എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ ഇന്ന് എന്തുകൊണ്ടാണ് അസുഖങ്ങൾ കൂടുതൽ വരുന്നത് എന്തെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ വ്യത്യാസം, ദിനചര്യങ്ങൾ വ്യത്യാസം. എന്ന് വെച്ചാൽ രാവിലെയും വൈകിട്ടും കുളിക്കണം, അത് മസ്റ്റാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ശരീരത്തിലെ അമിത ചൂട്. ആ ചൂട് കാരണമാണ് ഓരോ അസുഖങ്ങൾ വരുന്നത്. അത് നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല.
ഡോക്ടർ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചിട്ട് ഈ നാച്ചുറോപ്പതി പ്രകാരം ചികിത്സയിൽ നിങ്ങൾ മരുന്ന് വല്ലതും ഉപയോഗിക്കുന്നുണ്ടോ? മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എക്സ്റ്റേണൽ ആയിട്ടേ ഉള്ളൂ. ഇന്റേണൽ ആയിട്ട് അകത്തോട്ട് ഒരു മെഡിസിനും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ. പ്രകൃതി ചികിത്സയിൽ അകത്തോട്ട് ഒരു മെഡിസിനും ഇല്ല, എല്ലാം എക്സ്റ്റേണൽ ആണേ ഉള്ളൂ. ഈ എക്സ്റ്റേണൽ ആണ് നേരത്തെ പറഞ്ഞ സൂര്യ പ്രകാശം കൊണ്ടുള്ള ചികിത്സ, മണ്ണ് പൊത്തിയുള്ള ചികിത്സ. അല്ല, പൊതുവെ ഈ നാച്ചുറോപ്പതിയെ കുറിച്ചുള്ള ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണ് പൊത്തിയിരിക്കുക, വെള്ളത്തിൽ കിടക്കുക, സൂര്യനെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ വെയിൽ കൊള്ളുക, പിന്നെ ഈ പച്ചക്കറി ജ്യൂസും അതുപോലുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ കുടിക്കുക എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ്. അതാണ് ഞാൻ അങ്ങനെ എടുത്ത് ചോദിച്ചത്.